ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിതിനകത്ത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിന് നേരെ ഉണ്ടായിട്ടുള്ള അക്രമവും അതിൻ്റെ തുടർച്ചയിലുണ്ടായിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. സ്വാഭാവികമായും അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു പരിശോധനകൾ നടക്കുമ്പോൾ ഈ അക്രമ സംഭവം നടന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിനകത്ത് ഉദ്യോഗസ്ഥർക്കോ അധികാരികൾക്കോ ആർക്ക് തന്നെ അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും അവർക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകുക എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് മറ്റ് എതിരഭിപ്രായങ്ങളൊന്നും SFIയെ സംബന്ധിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും മാതൃകാപരമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഭാഗം. അതിനകത്ത് അധ്യാപകരാണെങ്കിലും ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ആര് തന്നെയായാലും ഒരിക്കലും നടക്കാൻ വേണ്ടി പാടില്ലാത്ത ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടണം, അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ. അതായത് VC-ക്കെതിരായ നടപടിയെടുത്തപ്പോൾ ഗവർണറെ MV ഗോവിന്ദൻ വിമർശിച്ചത് അനുചിതമായി എന്ന് SFIക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ? അല്ല, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട SFIയുടെ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. SFIയുടെ നിലപാട് ഇതാണ്. അല്ല, സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ശ്രീ PM മാഷോ, സ്റ്റേറ്റ്മെന്റ് അല്ല, അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു കണ്ണൂരിൽ. അദ്ദേഹം പറഞ്ഞത് ഗവർണർ ഏകാധിപത്യപരമായ നിലപാടാണ് എടുത്തത്, ഗവർണർ എന്താ ചക്രവർത്തിയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. SFI ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്, CPM-ന്റെ നിലപാടുകൾ പറയാനല്ല അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് വിമർശിക്കുമ്പോഴും മാധ്യമങ്ങൾ വിമർശിക്കുമ്പോഴും SFIക്ക് നിലപാടുണ്ട്. CPM ഗവർണർ സ്വീകരിച്ച നിലപാടിനെ വിമർശിക്കുമ്പോൾ CPM-നെതിരെ അങ്ങനെ ഒരു പരാമർശം ഇപ്പോൾ നടത്തേണ്ടിയിരുന്നില്ല, അത് അനുചിതമായി എന്ന് പറയാൻ സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടന SFIക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അല്ല, ഞാനിത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങ് ആവർത്തിച്ചത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാത്തൊരു കാര്യം, മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് വേണ്ടി തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അനുഭവം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടാണ്, പ്രത്യേകിച്ച് ഈ ഒരു വിഷയം എനിക്ക് പറയുന്നതിന് വേണ്ടിയുള്ള അവസരം എന്താ? അല്ല, എനിക്ക് പറയുന്നതിന് വേണ്ടിയുള്ള അവസരം എന്താ? നിങ്ങൾ ഹലോ, അല്ല, അവസരമാണ് അങ്ങ് പറഞ്ഞുകൊള്ളൂ. അവതാരക് കേൾക്കുന്നുണ്ടോ? അതെ. അപ്പോൾ ആ നിലയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അനുഭവം അതാണ്. മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഏറ്റവും ദൗർഭാഗ്യകരമായ ഈ മരണത്തെ ഇന്നിപ്പോൾ നിങ്ങളുടെ ഇൻട്രോയിലടക്കം പറഞ്ഞത് SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ 18ഓളം പ്രതികൾ ആ കേസുമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ശ്രീ PM മാഷ് അങ്ങനെ കേട്ടോ? അതിൽ SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങളുടെ ഇൻട്രോയിൽ ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ മാതൃഭൂമി പലയാവർത്തിയത് പറഞ്ഞിട്ടുണ്ട്. SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്ന് പറഞ്ഞോ? ഈ മൂന്ന് ദിവസത്തിനിടയിൽ മാതൃഭൂമി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടത്. SFI ഒരു സംഘടന നടപ്പിലാക്കിയ കൊലപാതകം എന്ന് മാതൃഭൂമി പറഞ്ഞിട്ടില്ല. SFIയുടെ പ്രവർത്തകരും നേതാക്കളുമാണ് ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു സംഘടന എന്ന രീതിയിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ SFIക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയും. അല്ലാതെ നിങ്ങളുടെ SFIയുടെ സംസ്ഥാന സമിതി കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ആരും. നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഒരു തർക്കമില്ല. ഞാൻ ഈ സമയം കിട്ടുമ്പോഴൊക്കെ മാതൃഭൂമി കാണാറുണ്ട്. അങ്ങനെ പൂർണ്ണമായും മാതൃഭൂമി സ്ഥാപിക്കാൻ വേണ്ടി അതേ വിധത്തിൽ ഞാനും കേട്ടിട്ടില്ല ശ്രീ PM മാഷോ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ട കാര്യവുമായി ബന്ധപ്പെട്ട് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നിയാൽ പറഞ്ഞോട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട അവതാരകയോട് ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 ദിവസമായി നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്.
കഴിഞ്ഞ 2-3 ദിവസമായി മാതൃഭൂമി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, ഇത് SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഈ ഘട്ടത്തിൽ നിങ്ങളത് അങ്ങനെയല്ല, SFI ആസൂത്രണം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ലത്, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ദൗർഭാഗ്യകരം ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്ത നിലയിൽ തന്നെ ഇപ്പൊ അങ്ങ് പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു, അതിൽ സന്തോഷമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ശ്രീ PM ഹർഷോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയെന്നോ നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയില്ല എന്നോ പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. അത് പോലീസിന്റെയും നിയമത്തിന്റെയും നീതി നിർവഹണ സംവിധാനത്തിന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ നേതാക്കൾ, നിങ്ങൾ ആ കോളേജ് യൂണിയൻ ഭരിക്കാൻ ചുമതലപ്പെടുത്തിയവർ, നിങ്ങൾ ആ യൂണിറ്റ് നയിക്കാൻ ചുമതലപ്പെടുത്തിയവർ ഇതിൽ പ്രതികളാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു സംഘടനാ സംവിധാനം എന്ന നിലയ്ക്ക് SFIക്ക് മാറി നിൽക്കാൻ കഴിയില്ല. മറുപടി പറയേണ്ടതുണ്ട്, മാപ്പും പറയേണ്ടതുണ്ട് എന്ന നിലപാട് ഇവിടെയുണ്ട്. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ശ്രീ PM ഹർഷോ പറഞ്ഞോട്ടെ അങ്ങ് പറയണം. ഇതാണെന്നും അല്ലെന്നും പറയുന്നതിന് വേണ്ടി നിങ്ങൾ ഉത്തരവാദിത്വപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണെന്നേ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട സംവിധാനം മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളല്ല. കഴിഞ്ഞ 2-3 ദിവസമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങോട്ട് ഉറപ്പിക്കുന്നതും സ്ഥാപിക്കുന്നതും ഒക്കെ നിങ്ങളായിരുന്നു. അങ്ങനെയുള്ള സ്ഥാപിക്കലും ഉറപ്പിക്കലും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഞാനാണ് ശ്രീ PM ഹർഷോ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല ബോധ്യമുണ്ട്, നല്ല ബോധ്യം എനിക്കുണ്ട്. അസഹിഷ്ണുതയല്ല അങ്ങതാ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഇടപെട്ട് സംസാരിക്കുന്നത് പോലെ അങ്ങ് പറയുമ്പോൾ ഞാനും ഇടപെട്ട് സംസാരിക്കുന്നു എന്നുള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അങ്ങ് ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്. അതല്ല ഇതിനകത്തെ നിങ്ങൾ ഈ 24 മണിക്കൂർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ആകെ കിട്ടുന്ന ഒരു 15 മിനിറ്റ് ആണല്ലോ. അതെങ്കിലും അനുവദിച്ചതാ. ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ. പറഞ്ഞോട്ടെ യെസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു SFIയുടെ പ്രവർത്തകനും ഇത്തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമാകരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ ഉണ്ടായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അവരെ ഒഴിവാക്കുക, മാറ്റി നിർത്തുക, ഒരു കാരണവശാലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകുന്ന ഒരു നില ഉണ്ടാവരുത് എന്നുള്ള തീരുമാനം എടുക്കുക. തീരുമാനം ഞങ്ങൾ എടുത്തു. അത് നിങ്ങൾ ഈ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിനിപ്പുറമാണല്ലോ. ഞങ്ങളുടെ മുൻപിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തിയ സമയത്ത് തന്നെ കോളേജിൽ നിന്നും പ്രാഥമികമായിട്ടുള്ള എൻക്വയറി നടന്ന എൻക്വയറി റിപ്പോർട്ടിനകത്ത് പറഞ്ഞു വെച്ച 12 പേരിൽ 4 SFIയുടെ പ്രവർത്തകരുണ്ട്, എന്നാൽ പ്രവർത്തകരില്ല, ക്യാമ്പസിനകത്ത് SFIയുടെ ലീഡർഷിപ്പ് ആയിരുന്ന ആളുകളുണ്ട് എന്ന് കണ്ട ഘട്ടത്തിൽ അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയും അവർക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി മാതൃകാപരമായ നടപടി ഉണ്ടാകണം എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അല്ലാതെ ഒരു ഘട്ടത്തിലും അവർ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയോ അവരെ ഈ പറഞ്ഞ പോലെ സംസ്ഥാന ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാനാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മരണം ഇരന്നു വാങ്ങിയതാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മരണപ്പെട്ട ആളെ അവഹേളിക്കുന്നതിന് വേണ്ടിയോ അല്ല ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഈ പറഞ്ഞ ആളുകളെ കൊണ്ട് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ നടക്കുന്നതിനെ ഒന്നുമല്ല ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ജിൻഡോ ജോൺ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞോളും. പിന്നെ മാധ്യമങ്ങൾ പറയുന്നതിന് മുമ്പ് SFIക്ക് നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളും കേരള സമൂഹവും ഇതറിയാൻ പരമാവധി പൊതിഞ്ഞു വെക്കാനുള്ള ശ്രമങ്ങൾ എവിടെ നിന്നുണ്ടായി എന്നതുകൂടി നാട്ടുകാർക്കൊക്കെ അറിയാം എന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ പോകൂല, നിന്നോട് പോകാനാ പറഞ്ഞത്, ഞാൻ പോകൂലെന്ന് പറഞ്ഞില്ല. ശ്രീ ജിൻഡോ ജോൺ, അങ്ങനെ മാധ്യമങ്ങൾ അറിയുന്നതിന് മുൻപ്, കേരളം അറിയുന്നതിന് മുൻപ് SFIയുടെ ആ നടപടിയെടുത്ത 12 പേരിൽ 4 പേർ SFIയുടെ നേതാക്കളായവരെ, SFIയുടെ പ്രവർത്തകരായവരെ മാറ്റി നിർത്താൻ SFIക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീ ജിൻഡോ ജോൺ, SFIക്ക് ഇനി ഇതിൽ യാതൊരു സാധിക്കുന്നതിനോടൊപ്പം ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമാണ് ആ ക്യാമ്പസിൽ നടന്നത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി SFIയുടെ വയനാട് ജില്ലാ ഘടകം ആ ഘട്ടത്തിൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. പത്രക്കുറിപ്പന്റെ മാതൃഭൂമി പത്രത്തിന്റെ വയനാട്ടിലെ ബ്യൂറോയിലൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചു നോക്കുക എന്താ SFIയുടെ സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്തില്ല എന്നുള്ളത്. SFIയുടെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലെന്നോ SFIയുടെ പ്രതികരണം വന്നില്ലെന്നോ ഒന്നും ഇവിടെ പറഞ്ഞില്ല. ആ പ്രതിപട്ടികയിലുള്ളത് SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല.
ഇത് വലിയ കുരിശായല്ലോ. നിങ്ങൾക്ക് അവരെ അങ്ങനെ അങ്ങ് അന്യപ്പെട്ടു നിർത്താനും കഴിയില്ല. ഒരു സംഘടനയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ പാനലിൽ നിന്ന് മത്സരിച്ചവർ, നിങ്ങൾ നയിക്കാൻ ചുമതലപ്പെടുത്തിയവരാണ്. അങ്ങനെയാകുമ്പോ അല്ല, നിങ്ങളുടെ ആ ഘടകം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല. അത് വ്യക്തിപരമായ തീരുമാനവും നടപ്പിലാക്കലും മാത്രമാണ് എന്നൊന്നും പറഞ്ഞു പോലെ ആശോ. ബാക്കി 14 പേരുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അല്ല, നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാ ഇത് ആസൂത്രണം ചെയ്ത ആള്. അല്ലല്ല അങ്ങനെയല്ല, ഞാൻ പറയാം. ഇത് ആസൂത്രണം ചെയ്ത മുഖ്യ സൂത്രധാരൻ ഇന്ന് രാവിലെ അറസ്റ്റിലായ സിൻജോ ജോൺസൺ ആണ് എന്നുള്ളതാണ് മാതൃഭൂമി രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആസൂത്രണം ചെയ്തത്, ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ച ആള് സിൻജോ ജോൺസൺ ആണ് എന്നുള്ളതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിൻജോ ജോൺസന്റെ പൊളിറ്റിക്സ് എന്താ എന്നുള്ളത് നിങ്ങൾ എന്താ അന്വേഷിക്കുമായിരുന്നു? അങ്ങ് പറയൂ, സിൻജോ ജോൺസന്റെ പൊളിറ്റിക്സ് എന്താണ്? ഈ സിൻജോ ജോൺസന്റെ രാഷ്ട്രീയം എന്താന്നുള്ളത് അല്ല, നിങ്ങൾ എന്താ അന്വേഷിച്ചു പോയില്ല? രാവിലെ അങ്ങ് പറയൂ. ഞാൻ അന്വേഷിച്ചു പോയില്ല, ഞങ്ങൾ അന്വേഷിച്ചു പോയില്ല. അത് ഞങ്ങളുടെ വലിയ പിഴവ്. അങ്ങ് പറയൂ, ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അങ്ങ് പറയൂ, ഈ വേദിയിൽ പറയൂ. സിൻജോ ജോൺസൺ സജീവ യൂത്ത് കോൺഗ്രസ്സുകാരനാണ് കൊല്ലത്തെ. ഓക്കെ, സജീവ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ. സജീവ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും സജീവ SFI-കാരനും സജീവ SFI നേതാക്കളും എല്ലാവരും കൂടി ചേർന്ന് നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്ന് അല്ലേ? ശരി, അങ്ങനെ ആവട്ടെ.